പാർവതി, എനിക്ക് 2 ചിറക് വേണം. എന്തിന്? പക്ഷികളായി പിറന്നിരുന്നെങ്കിൽ ഇപ്പൊ പറന്നേനെ. എങ്കി ഇപ്പൊ പറന്നു പോയിക്കോളൂ. പറ്റില്ലെന്നാണോ നിന്റെ വിചാരം? കാണിച്ചുതരാം. ഡോക്ടർ, വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന വേദനയെ പറ്റി വിവരിക്കാൻ വാക്കുകളില്ല. എന്നെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുകയാണോ ഡോക്ടർ നിങ്ങളുടെ ഉദ്ദേശം? മിസ്റ്റർ ചന്ദ്രശേഖരൻ, ആരും വിഷമിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവനാ ഞാൻ. നിങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും കഥകളൊക്കെ കേട്ടപ്പോ അടുത്തെറിഞ്ഞ അനുഭവമാണ് എനിക്ക്. പിന്നെ എന്തിനു താങ്കൾ ഈ പത്രപ്രസ്താവനകൾ ഇറക്കുന്നു? എന്റെ കുടുംബത്തിന്റെ കഥയുമായി വിടാതെ കൂടുന്നു. അറിയാൻ, സത്യം അറിയാൻ വേണ്ടി മാത്രം. മനുഷ്യ മനസ്സിന്റെ നിഗൂഢ പ്രവർത്തനങ്ങളെ പറ്റി മനസ്സിലാക്കാൻ. അതിന് എന്നെയും എന്റെ കുടുംബത്തിനെയും ബലിമൃഗങ്ങളാക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ വിട്ടിയല്ല, ഭീരുവല്ല. എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളുടെ അമ്മണിയും രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. ഒരു കള്ള കെട്ടുകഥയുമായിട്ട് എത്തിയിരിക്കുന്നു ഒരു അമ്മണിയെയും കൊണ്ട്. ചേട്ടൻ എന്റെ എന്റെ എന്നെ കാണാൻ ഒരു നാൾ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ തേടി തേടി. നീ എനിക്ക് മനസ്സിലായില്ല. എന്നെ കളിയാക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും കളയാറില്ലല്ലോ. എന്നാ ഞാൻ പറഞ്ഞേക്കാം, ഞാനാണ് അവിടത്തെ പ്രാണന്റെ പ്രാണനായ പാർവതി. പാർവതി? ഏത് പാർവതി? അങ്ങയുടെ മാത്രം. എന്റെ മാത്രം? എനിക്കെങ്ങനെ വിശ്വസിക്കാനാവും നീ എന്റെ മാത്രം പാർവതിയാണെന്ന്? ഇങ്ങനെ ഒരു അവിശ്വാസി. അന്നൊരിക്കൽ പൂജാമുറിയിൽ ഞാൻ ഇരിക്കുമ്പോ പിന്നിലൂടെ എന്ത് പറ്റി പാർവതി? നടയിൽ വെച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഏതൊക്കെ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഓ, കണ്ണുപൊത്തിയതാണോ? ഭഗവാൻ അറിയാം നമ്മൾ പുതു മണവാട്ടിയും മണവാളിനുമാണെന്ന്. എനിക്കിതൊന്നും ഇഷ്ടമല്ല, പാവമാണ്. പാർവതി, നീ എന്റേതാണ്, എന്റേത് മാത്രമാണ്. എനിക്ക് നിന്നോടുള്ള അവകാശം ദൈവം പോലും നിഷേധിക്കാൻ പാടില്ല. ഞാൻ ഉഷയെ വിളിക്കും. ഇങ്ങോട്ട് നോക്കൂന്നേ. എന്നോട് ദേഷ്യപ്പെട്ടിരിക്കാണോ? നീയല്ലേ എന്നോട് ദേഷ്യപ്പെട്ടത്? ഞാനോ? അതെ, നീ. ഞാൻ അങ്ങയോട് ദേഷ്യപ്പെടാനോ? എങ്കിൽ എനിക്ക് മാപ്പ് തരും. ഇനി എവിടെ വെച്ച് വേണമെങ്കിലും എന്നെ പിടിച്ചോളൂ. എനിക്ക് ഇഷ്ടമാണ്. എന്നോട് പിണങ്ങരുത്. വേണ്ട, ഒന്നും പറയണ്ട. നിനക്ക് എന്നേക്കാൾ ദൈവമല്ലേ വലുത്? മണ്ടിപ്പെണ്ണെ, നിന്നോട് ഇത്രയും നേരം മിണ്ടാതെ മൂച്ചു പിടിച്ചിരുന്നതിന്റെ വിഷമം നീയുണ്ടോ അറിയുന്നു? വേണ്ട വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്നെ വിടൂ, എനിക്ക് ശ്വാസം മുട്ടുന്നു. എന്റെ നെഞ്ചോട് ഇത്ര ഇരിക്കി ചേർത്തിട്ടും മതിയാവുന്നില്ല. എന്റെ ആത്മാവിന്റെ അകത്തേക്ക് നിന്നെ ആവാഹിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിൽ. ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ പോവാണ്. എന്നെ വിടും, ഞാൻ പോകുന്നു. പാർവതി, നിന്നെ നുള്ളി നോവിക്കാൻ പോലും എനിക്ക് കഴിയില്ല.
പക്ഷെ ഇനി ഇങ്ങനെ വേദനിച്ചും പരിഭവിച്ചും മാറുമ്പോൾ ഉള്ളത് പറയട്ടെ, ഒരു തൃപ്തിയോ ആനന്ദമോ ഒക്കെ എനിക്ക് തോന്നുന്നു. പ്രണയകലഹങ്ങൾ നീനാൾ വാഴട്ടെ. ഒന്നുകൂടി ചിരിക്കൂ. നീ എന്റെ വസന്തമല്ലേ, ചിരിക്കൂ. വസന്തമില്ലാത്ത കാടും നീ ഇല്ലാത്ത ഞാനും നിർജീവമാണ്. ഈ കവിത കേട്ട് ഞാൻ മടുത്തു. ഓ, ഞാൻ മിണ്ടുന്നത് പോലും ഇഷ്ടമല്ല അല്ലേ? ഇപ്പോഴേ മടുത്തു തുടങ്ങിയാൽ. ഞാൻ വെറുതെ പറയുന്നല്ലേ. ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനുള്ള കൊതിയാണ് എന്റെ ഉള്ളിൽ. മടുത്തു എന്ന് പറയുമ്പോഴൊക്കെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. പരിഷ്കാരമില്ലാത്ത ഈ വിളിക്ക് എന്ത് സൗന്ദര്യമാണ്. നീ എന്നെ ലഹരി പിടിപ്പിക്കുന്നു. ഇത് അവസാനിപ്പിക്കരുത്. എങ്കിൽ ഈ നിലയിൽ അവസാനിക്കുന്നതാണ് നല്ലത്. അതെന്താ? കാലം എന്നെ കഴിവിയാക്കും. അതോടെ അങ്ങയുടെ ആനന്ദ ലഹരിയും അവസാനിക്കും. അങ്ങനെ വെറുത്തു തുടങ്ങുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഓ, അതുകൊണ്ടാണോ നീ പറഞ്ഞത് ഈ അവസ്ഥയിൽ അവസാനിച്ചെങ്കിലോ ഒന്ന്? എന്റെ വെളിച്ചമേ, തിരുനടയിലെറിയുന്ന പവിത്രമായ ഒരു തിരുനാളമാണ് നീ. ഞാനത് ചുറ്റും പാറി പറക്കുന്ന പ്രാണിയാണ്. ചെറു കഴിയാതെ സൂക്ഷിക്കണം. പാർവതി, ചൂട് തരൂ. ചൂടിലെരിഞ്ഞ് ശാമ്പലാകരുത്. ഇനി ഞാൻ പറയണോ? അന്ന് ചൊടിച്ചു വഴക്കിട്ട് പോയതല്ലേ? മിണ്ടിയ വഴക്കല്ലേ? പരിഭവല്ലേ? സ്നേഹമുള്ളിടത്തെ പരിഭവമുള്ളൂ. ഇപ്പൊ എന്നെ മനസ്സിലായോ? ഇല്ല. ദേ ഞാനാവുന്ന തിരിയുടെ ചുറ്റും പാടി പറക്കുന്ന പ്രാണിയാണെന്ന് ഒരിക്കൽ പറഞ്ഞു. ചിറക് കരിയാതെ സൂക്ഷിക്കണമെന്ന് അവൾ പറഞ്ഞു. അവളോ? ഞാൻ പറഞ്ഞു. ഞാൻ പാർവതി. ഞാൻ ശല്യമാവുന്നു അല്ലേ? ഞാൻ പോയേക്കാം. എനിക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ. ഇത്രയും കാലം ആ സത്യങ്ങൾ അറിയിക്കാൻ അങ്ങയുടെ പാർവതി കാത്തിരുന്നു. ഏത് സത്യം? ഞാൻ തെറ്റുകാരിയല്ല. ഞാൻ പിഴച്ചവളല്ല. എനിക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞാനും മാത്രമായിരുന്നു. എന്നിട്ടാണോ അന്ന് നീ? ഞാൻ അങ്ങേ വഞ്ചിച്ചിട്ടില്ല. അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഉണ്ടായ സത്യം അപ്പോൾ പറയുന്നത് ശരിയല്ലെന്ന് തോന്നി. കൊലപാതകം നടക്കും. കുടുംബത്തിന്റെ മാനം കത്തിയെരിയും. ഞാൻ ഭയപ്പെട്ടു. എല്ലാം സാവധാനം പറയാമെന്ന് കരുതി. ഇപ്പോൾ ഞാൻ എല്ലാം പറയാം. അങ്ങ് എസ്റ്റേറ്റിലെ തർക്കങ്ങൾ തീർക്കാൻ പോയ രാത്രി ഞാൻ ബെഡ്റൂമിലിരിക്കുകയായിരുന്നു. ഒരു മോട്ടോർ സൈക്കിളിന്റെ ശബ്ദം കേട്ടു. അത് ബംഗ്ലാവിന്റെ അകത്തോട്ട് വരുന്നത് പോലെ തോന്നി. പെട്ടെന്ന് ആ ശബ്ദം നിന്നു. ഞാൻ ബാൽക്കണിയിൽ ചെന്ന് നോക്കി. അവിടെ അങ്ങയുടെ സഹോദരി ഉഷയും ഒരു ചെറുപ്പക്കാരനും. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. ഓടിച്ചെന്ന് അമ്മാവനെ ഉണർത്തി പറയാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഭംഗിയായി തോന്നിയില്ല. അടുത്ത ദിവസം ഉഷയെ താക്കീത് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. വരൂ ഏട്ടത്തി.
എന്താ ഏട്ടത്തി? പ്രായമായ പെൺകുട്ടികളെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. ഉഷേ, കാമുകയുടെ കണ്ണിൽ ഒരു പുരുഷൻ ആരോ ആയിക്കൊള്ളട്ടെ, പക്ഷേ അവളുടെ ദൈവമാണ്. എനിക്കെല്ലാം അറിയാം. ദൈവത്തെ ഓർത്ത് ഇതാരോടും പറയരുത്. ഏതായാലും നിങ്ങളെങ്ങനെ ഒളിച്ച് സന്ധിക്കുന്നത് നല്ലതല്ല. ഏട്ടനോടും അമ്മാവനോടും സംസാരിച്ച് നിങ്ങളുടെ വിവാഹം നിശ്ചയിക്കാം. ചേട്ടൻ എന്നെ കൊന്നുകളയും. അത്രയ്ക്ക് പേടിയുള്ളവളാണോ പാതിരാ നേരത്ത്? ഉഷേ, തെറ്റിലേക്ക് വീഴാൻ അധിക സമയം വേണ്ട. ഇന്ന് രാത്രിയും രവി വരും. ഇന്നുകൂടി കാണാൻ ഞങ്ങളെ അനുവദിക്കണം. ഇനി മേലിൽ ഏട്ടത്തിയാണ് സത്യം. ഞങ്ങൾ ഒറ്റയ്ക്ക് ഒത്തുചേരുകയില്ല. ഞാൻ ഉറങ്ങിയില്ലെന്നും കാവലുണ്ടെന്നും ഓർമ്മ വേണം. ഒരേ ഒരു കുറി. ചേട്ടൻ വന്നിട്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. മാപ്പ് തരൂ ഏട്ടത്തി. എനിക്ക് അമ്മയും കൂട്ടുകാരിയും എല്ലാം ഏട്ടത്തിയാണ്.